ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പോൾ നമുക്കറിയാം ഗണേശ ചതുർത്ഥിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അതോടനുബന്ധിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. ഇതിപ്പോൾ അവിടെയുള്ള അക്കയാണ് കേട്ടോ, വളരെ സ്നേഹമുള്ളൊരു അക്കയാണ്. അപ്പോൾ എന്ത് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ഞങ്ങളെ വിളിക്കുകയും പ്രസാദം തരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 3-4 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇങ്ങനെ ഗണേശ വിഗ്രഹം അലങ്കരിച്ച് പൂജയുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർ വെക്കും. എന്നിട്ട് ഒന്നെങ്കിൽ 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ 5-ാമത്തെ ദിവസമാണ് ഈ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുക. അപ്പോൾ ഇത് അക്കയുടെ മകനാണ് കേട്ടോ. അവർ ഈ വിഗ്രഹം അന്ന് തന്നെ നിമജ്ജനം ചെയ്തിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വിഗ്രഹം നമ്മൾ വെക്കുന്ന സമയത്ത് വീട് അടച്ചിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അക്ക വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അടച്ചിടാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് അന്ന് തന്നെ കൊണ്ടുപോയിട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. അതായത് അവർ ഇനിയിപ്പോൾ ഒരു 3-ാമത്തെ ദിവസമാണ് ഈ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നിമജ്ജനം ചെയ്യുന്നത്. അപ്പോൾ അതോടനുബന്ധിച്ച് അവർ കുറച്ച് കാര്യങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ അവർ അത് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന രംഗോലി കോമ്പറ്റീഷനാണ്, രംഗോലി മത്സരമാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ റെൻറ്റിന് വന്നതിന് ശേഷം ദിവസവും കാണാറുണ്ട്, എല്ലാ വീടുകൾക്കും മുൻപിലും അവർ ഒരു ആൻറ്റി വരാറുണ്ട്. അവരാണ് ഈ രംഗോലി അവിടെ ഇടുന്നത്, കോലം ഇടുന്നത്. അപ്പോൾ അവർക്കിത് നിർബന്ധമുള്ള കാര്യമാണ്. അതോടൊപ്പം ഞാൻ പറയട്ടെ, ശരിക്കും ഇതൊരു ഐശ്വര്യമുള്ള കാഴ്ച കൂടിയാണ് കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പോകുന്ന സമയത്ത് എല്ലാ വീടുകളുടെ മുൻപിലും ഇത് കാണുമ്പോൾ ശരിക്കും ഒരു ഭംഗിയുള്ള ഐശ്വര്യമുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ രംഗോലി മത്സരം നടക്കുന്നതിന് 2 ദിവസം മുൻപ് തന്നെ അക്കേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ മത്സരങ്ങളൊക്കെ ഉണ്ടാവും ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ചിട്ട്. അപ്പോൾ അപ്പോഴേ എൻ്റെ മനസ്സിലിങ്ങനെ കയറി പറ്റിയിട്ടുണ്ട്, എന്തായാലും ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ അന്നാണെങ്കിൽ എനിക്ക് ഉച്ചവരെ സ്കൂളുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പം ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്. അതായത് ഒരു 3:30 മണിക്കൊക്കെ തുടങ്ങിയതാണ്. ഏകദേശം കഴിയുമ്പം 6 മണി 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ആ സ്ട്രീറ്റിൽ അവർ സെറ്റ് ചെയ്ത് വെക്കുന്ന ഗണേശ വിഗ്രഹം. അവിടെ തന്നെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. നമ്മുടെ നാട്ടിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമൊക്കെ പോലെ തോന്നി എനിക്ക്. കാരണം എല്ലായിടത്തും ഇങ്ങനെ ഈ വിഗ്രഹങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. 3-ാമത്തെ ദിവസം അതിഗംഭീരമായിട്ട് ഈ എഴുന്നള്ളിപ്പ് നടത്താൻ വേണ്ടിയിട്ട്. ഇത് വേറെ സ്ട്രീറ്റിൽ അവർ സെറ്റ് ചെയ്ത ഗണേശ വിഗ്രഹമാണ് കേട്ടോ. അത് അടുത്ത് തന്നെയാണ്, എല്ലാ സ്ട്രീറ്റുകളും ഇങ്ങനെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ അക്ക പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, 3-ാമത്തെ ദിവസം നമ്മൾ ഈ എഴുന്നള്ളിപ്പ് നടത്തുന്ന സമയത്ത് നമുക്ക് 100-300-ലധികം വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കും എന്നാണ്. അപ്പോൾ വലിയൊരു ഘോഷയാത്ര തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും അതിൽ കുറച്ചെങ്കിലും എനിക്ക് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ 2 വിഗ്രഹങ്ങൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, മറ്റുള്ള വിഗ്രഹങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ കാണാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഈ രംഗോലി മത്സരത്തിന് പുറമെ കുട്ടികളുടെ കലാപരിപാടികൾ, വെടിക്കെട്ട്, അന്നദാനം, അങ്ങനെ പല മറ്റ് കാര്യപരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കതൊക്കെ ഒന്ന് കാണണം, എങ്ങനെയാണെന്ന് അറിയണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം വരെ ഈ അക്ക ഇടുന്ന രംഗോലി തന്നെയാണ് കൂടുതൽ നോക്കി നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ ഒരു എങ്ങനെയാണ്, വളരെ യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് ഒക്കെ ചൂസ് ചെയ്തത്. കാരണം മറ്റുള്ളിടത്തൊക്കെ നോക്കുമ്പം ഒക്കെ ഭംഗിയുണ്ട്, പക്ഷെ നോർമലായിട്ട് നമ്മൾ കാണുന്നതായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഈ അക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം ഇട്ടിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിന്. കാരണം അവർ നോക്കുന്നത് അതിൻ്റെ സൈസാണ്, വലിപ്പമാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് സങ്കടമായി. അയ്യോ, അത്രയും ഭംഗിയിലാണ് ഈ അക്ക ചെയ്തിട്ടുണ്ടായിരുന്നത്. അക്ക മാത്രമല്ല, മറ്റുള്ള ആൻറ്റിമാരും അമ്മമാരും ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു കൈവഴക്കം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവർ ആദ്യം മുതലേ ഇട്ടിട്ട് ശീലിച്ചൊരു കാര്യമായതുകൊണ്ട് തന്നെ അവർക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ താരതമ്യേന എനിക്ക് പേഴ്സണലി അക്ക ഇട്ടത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഗണപതി ഹോമമാണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞാനും മോളും കൂടെ പോയി അങ്ങനെ ആ പൂജയിൽ പങ്കെടുത്തു. ആ സ്ട്രീറ്റിലുള്ള എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി ആ പൂജയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്നദാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ക്യൂവിൽ നിന്നു, ഭക്ഷണമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ 2 ദിവസം മുൻപ് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പം ഈ ഗണേശ വിഗ്രഹത്തിൻ്റെ മുഖം മറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവരത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ 3-ാമത്തെ ദിവസം തുണിയൊക്കെ മാറ്റി പിന്നെ എന്താ പറയുക, അത് ഒന്ന് കാണാനൊക്കെ സാധിച്ചു. അങ്ങനെ ഇത് ഞങ്ങൾക്ക് അക്ക കൊണ്ടുത്തന്നൊരു പ്രസാദമായിരുന്നു കേട്ടോ. അവിടെ പൂജയൊക്കെ കഴിഞ്ഞപ്പം കൊണ്ടുവന്നൊരു പ്രസാദമായിരുന്നു. നമ്മുടെ ഗുലാബ് ജാമുനില്ലേ, അതായിരുന്നു. അപ്പോൾ മോൾക്ക് മധുരം വലിയ പ്രിയമില്ലാത്തതുകൊണ്ട് അവളൊരു കഷ്ണേ കഴിച്ചുള്ളൂ, പക്ഷേ ഞാൻ കഴിച്ചു.
അപ്പോൾ മക്കളുടെ കലാപരിപാടികൾ കാണാനൊന്നും എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മോൾക്ക് ഒരു ചെറിയ വയ്യായികയൊക്കെ വന്നപ്പം പിന്നെ ഞങ്ങൾ പോകാനൊന്നുമില്ല. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാതിരുന്നത്. പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ ആ ബഹളവും ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നന്നായിട്ട് തന്നെ അത് കഴിഞ്ഞു എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വിഗ്രഹങ്ങളുടെ എഴുന്നള്ളിപ്പാണ്. അതിനുശേഷം അവരെ ലേക്കിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഒരുപാട് സമയമൊന്നും ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴയുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോർന്നു. പക്ഷേ അതിനുശേഷം എന്താ പറയുക, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ നിന്ന് എനിക്ക് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. പിന്നെ കുറേ നേരം നമ്മൾ കാത്തു നിന്ന് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് അവർ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 10-11 മണിയൊക്കെ എന്തായാലും കഴിയും. അപ്പം കഴിയണത്ര ഞങ്ങൾ നിന്നു, അത് കണ്ട് ആസ്വദിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ കുറച്ചൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഇത് കാണുക. പിന്നെ എന്താ പറയുക, എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ കണ്ടോളൂ കേട്ടോ.